രണ്ടും കൂടെ റബ്ബർ കാട്ടിനുള്ളിലൂടെ ഞങ്ങളുടെ നടക്കാൻ ഇറങ്ങിയത്. എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ വില്ലേജിലേക്ക് ഇതിലെ ഒരു വഴിയുണ്ട്. അത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുവഴി നമുക്കൊന്ന് പോവാം. ഇതേണ്ട നിറയെ ചുറ്റും റബ്ബറാണ്. റബ്ബറും പിന്നെ മാംഗോസ്റ്റിനും ഉണ്ട് അത്യാവശ്യം. ഇവിടെ നമ്മുടെ റബ്ബർ പാല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോ അവിടെയായിരുന്നു നമ്മൾ കോഫിയൊക്കെ പ്ലാന്റേഷൻ ചെയ്യാൻ പോയില്ലേ, ആ ഭാഗം. അതിൻ്റെ നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു വരുമ്പോൾ ഈ ഭാഗത്ത് മുഴുവനും പാമാണ്, നമ്മുടെ പാം ഓയിലിൻ്റെ പാം. മൗണ്ടനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പാണ്. ഇവിടുന്ന് തന്നെ നമ്മൾ ഇതുണ്ടോ അങ്ങോട്ടേക്കും പോയിട്ടുണ്ട്. അത് ഗാർഡനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ ഇവിടുന്ന് വരുന്ന വെള്ളമൊക്കെ ചേർന്നിട്ടാണ് പിന്നീട് വലിയൊരു ഇതുവഴി ഇങ്ങനെ പോകും വെള്ളം, പിന്നീട് വലിയൊരു പുഴയായി മാറുന്നത്. അങ്ങ് ഒരു വടിയൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. കണ്ടോ, വലിയൊരു വടിയൊക്കെ കയ്യിൽ പിടിച്ചിട്ട്. ഫോർ വാട്ട് ദിസ് സ്റ്റിക്ക്? ഫോർ വാട്ട്? This very useful. യൂസ്ഫുൾ. ഓക്കെ. ഇതാണ് വാട്ടർഫോൾസ്. ഇപ്പോൾ മഴ ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറവാണ്. മഴ പെയ്യുമ്പോൾ നല്ല ശക്തിയായിട്ട് ഇവിടെ ഈ വാട്ടർഫോൾസ് ഉണ്ടാവും. ഇവിടെ നിന്നാണ് നമ്മളെ വീട്ടിലേക്കൊക്കെ വെള്ളം വരുന്നത്. അവിടെ ഞങ്ങൾ പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം വാട്ടർഫോൾസ് എന്ന് പറയാം കേട്ടോ, കാട്ടിനകത്ത്. ഇതിൽ ഈ വലിയൊരു കയറ്റമൊക്കെ ഉണ്ട്. കയറ്റം ഇറക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അറിയാലോ. നമ്മുടെ നാട് പോലെ തന്നെയാണല്ലോ. ഈ കയറ്റമൊക്കെ കയറി മേലേക്ക് പോകണം, എന്നിട്ട് പിന്നെ താഴോട്ട് പോകണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രം. ഇതിലൊക്കെ വണ്ടി പോകും കേട്ടോ. ഈ വഴി ആകെ ഒരു 3 വീടുകളിലേക്ക് പോകാനുള്ള വഴിയാണ്. പക്ഷെ ഇതിലാരും വരുന്നൊന്നുമില്ല, കണ്ടില്ലേ. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതേപോലെ പോയാലായി, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്യജീവികളുടെ ആക്രമണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും സേഫായിട്ട് ഇതിൽ നടന്നു പോവാം. ഇപ്പുറത്ത് മുളങ്കാടും അതിൻ്റെ പിന്നിലായിട്ട് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. മുള ഇഷ്ടം പോലെ കിട്ടും ഇവിടെ കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, ഇങ്ങനെ നെറ്റ് കെട്ടി വെച്ചിരിക്കുന്നത്. ഇതെന്തിനാണെന്നറിയോ? ഇതുണ്ടോ, ഇത് ഒരുപാട് ദൂരം ഇങ്ങനെ നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ആ മുകൾ ഭാഗത്ത് നിന്ന് പാം കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ ആ പാം നേരെ താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് ഇതോ ഈ നെറ്റിൽ കുടുങ്ങി നിൽക്കും. അതാണ് അതിൻ്റെ സിസ്റ്റം. ആ മൗണ്ടനിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് വരുന്ന റിവർ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം കുറവാണ്. മഴ പെയ്യുമ്പോൾ നല്ല ശക്തമായി വെള്ളം ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ അതേ ഭൂപ്രകൃതി തന്നെയാണ്. പലരും കമൻ്റ് അയക്കാറില്ലേ, നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ടെന്ന്. ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇവിടെ വളരുന്ന വൃക്ഷങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ടെന്നല്ലാതെ ഭൂപ്രകൃതി സെയിമാണ്. വാഴയും കവുങ്ങും റബ്ബറും മാംഗോസ്റ്റിനും ദുരിയാനും റംബുട്ടാനും ഒക്കെ ഉണ്ട് ഈ കാട്ടിനുള്ളിൽ. ഇതൊക്കെ മഴക്കാലത്താണെങ്കിൽ, മഴ പെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നല്ല രസമായിരിക്കും. ആഹാ, എന്ത് പ്യുവർ വാട്ടറാണെന്നറിയോ. ഇത് വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. കാരണം ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അത്രയും ശുദ്ധിയായിട്ടുള്ള വെള്ളമാണ്. ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചിലർ വന്ന് അതിൽ പേടിയാവും. അവർക്ക് പാമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇന്ന് വരെ ഇവിടെയുള്ള ആരും, ഈവൻ ഗ്രാമവാസികൾ പോലും ഇവിടെ പാമ്പിനെ കണ്ടിട്ടില്ല. ഞാൻ തീരെ കണ്ടിട്ടില്ല. പാമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയതായിട്ട് വാങ്ങിയ ഒരു ഫാമാണ്.
അയാളിപ്പോൾ പുതുതായിട്ട് വന്നത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാമിൽ. ഗാങ് പഴയ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച് അവരുടെ പേരും അഡ്രസ്സും എവിടെ നിന്നാണ് വന്നത്, പുതിയതായിട്ട് വന്നതാണല്ലോ, ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നറിയോ ആ സൗണ്ട്? നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ അതേപോലെ ഒരു സൗണ്ട് പ്രയോഗിക്കും. അപ്പോൾ ആരോ സുഹൃത്ത് വരുന്നുണ്ട് എന്നുള്ള അവർ മനസ്സിലാക്കും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഈ വില്ലേജിലേക്ക് പോകുന്ന, നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലാണ് അവരുടെ വീട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണം. വരുമ്പോൾ ഇവിടെ ചെറിയൊരു പാലമുണ്ട്, ഈ തോടിന് കുറുകെ ആയിട്ടുള്ളൊരു പാലം. ആ പാലം കടന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതാണ് ഇവരുടെ വീട്. അപ്പോൾ നമുക്ക് ഇവരുടെ വീടും വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ, കിടന്നാടാൻ ഹമ്മൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്, 2 എണ്ണം മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിലായിട്ട്. ഞങ്ങളുടെ ഗ്രാമത്തിലെ വീടുകളൊക്കെ ഇങ്ങനെയാണ്, കൃഷിക്കാരാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇരിക്കും. മുറ്റത്ത് ഇത് അടക്ക ഉണങ്ങാനിട്ടിരിക്കുന്നു, ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് മുഴുവൻ മുളകാടുകളാണ്. അവിടെ അതാ നോങ്ങും. ഇവരുടെ പേര് ലെക്ക് എന്നാണ്. ലെക്കിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഹലോ, ഹൗ ആർ യു? വീട്ടില് കുറച്ച് ഹോളോ ബ്രിക്സ് ഉണ്ട്, ചില പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിൻഡോ എടുത്ത് അവിടെ ക്ലോസ് ചെയ്യാണ്. അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഉണ്ടായതുകൊണ്ട് എത്ര താഴെയാണെന്ന് നോക്ക്, 1 മീറ്റർ പോലും ഇല്ല. നല്ല 3 എണ്ണം ഉണ്ടായിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് അത് കട്ട് ചെയ്യാൻ പറ്റും. ചക്ക ഉണ്ടായത് കണ്ടോ, ചെറിയ ചെറിയ ചക്ക നിറയെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് എണ്ണമുണ്ട്. ഇവിടെ താഴെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഫാമിലേക്ക് അടിക്കാനുള്ള, മരുന്നടിക്കാനുള്ള മെഷീനുകളാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെയൊക്കെ. മഴയില്ലെങ്കിലും എപ്പോഴും നല്ല തണുപ്പായിരിക്കും. ഈ ഭാഗത്ത് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ വീട്, ചെറിയൊരു വീട്, പക്ഷേ സന്തോഷം നിറഞ്ഞ വീടുകളായിരിക്കും ഇവിടെയുള്ള എല്ലാ വീടുകളും. ഇതുപോലെയുള്ള വീടുകളിലൊക്കെ നമ്മൾ ഗ്രാമങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും. എന്താ അറിയോ, ഇവിടെ ആരെയും നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാണുന്നില്ല. പൈസ ഇല്ലാതെയോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതോ അങ്ങനെ പലതും ഞാൻ ഓരോന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ലോൺ അടക്കാനുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ല സന്തോഷം, ഹാപ്പി ആയിരിക്കും. ഇതുപോലെ നമ്മളെ പൂക്കളും ചെടികളും ഫ്രൂട്ടുകളും ഒക്കെ ആയിട്ട് കാടിനുള്ളിൽ ഒരു നല്ല ഒരു സ്റ്റേ, ഒരു ടെൻഷനും ഇല്ല. ഇത് ഇവരുടെ ഫാമിലേക്ക് ആവശ്യമുള്ള വളങ്ങളും അതേപോലെ മറ്റുള്ള മരുന്നുകളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം. എൻ്റെ പിറയിൽ കാണുന്നില്ലേ റബ്ബറും, ഇതൊക്കെ നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ. ഏകദേശം 100 ഏക്കറോളം സ്ഥലമുണ്ട് ഇവരുടേത്. ഇത് 100 ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം, സംശയം കൊണ്ട് കമൻറ്റ് ചെയ്യണ്ട. 100 ഏക്കർ ഇതേപോലുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ടെങ്കിൽ 1 ലക്ഷം ബാത്ത് ഓരോ മാസവും ഏറ്റവും ചുരുങ്ങിയത് മിനിമം നമുക്ക് ആദായം എടുക്കാൻ പറ്റും. അതായത് ഒരു മാസം ഇന്ത്യൻ്റെ 3 ലക്ഷം രൂപ സുഖമായിട്ട് കിട്ടും. ഇതേപോലെ ഒരു ചെറിയ വീടും നല്ല താമസവും പോരെ. വരുന്നൊരു കമൻ്റ് ഉണ്ട്, ഫിറോസെ ഇങ്ങനെ ഒരു 100 ഏക്കർ സ്ഥലം വാങ്ങാൻ എത്ര പൈസയാവുന്നു? അതിൻ്റെ ഏകദേശ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 കോടി രൂപയൊക്കെ ഇന്ത്യൻ്റെതുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് വാങ്ങാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്വന്തം പേരിൽ വാങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കുക. 49, 51 സിസ്റ്റമാണ്. പുളിയല്ലേ?
കോഴി ഇതെണ്ണോ കോഴിയും കുറെ കുഞ്ഞുങ്ങളും അടയിരുന്ന് കുട്ടികളായിട്ടുണ്ട്. ഓ ചെറിയ കുട്ടികള്. ഓ ഓ ഇത് വളരെ ചെറുതാ. അട ഇരുന്നിട്ടേ ഉള്ളു അതിനകത്ത്. ആ 2 കോഴി കുഞ്ഞുങ്ങളുണ്ടല്ലോ. എന്താ അല്ലേ വില്ലേജിലെ ജീവിതം. ഇവിടെ കാങ്ങും ഫ്രണ്ടും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കുന്നുണ്ട്, ആശ്ചര്യപ്പെടുന്നുണ്ട്. ഈ മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ വല്ലാത്തൊരു രസമാണ്. പൊല്യൂഷൻ ഇല്ലല്ലോ. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് നല്ല ബ്രീത്ത് കിട്ടുമല്ലോ. അവിടെ കാണുന്ന ആ ടാങ്കിലാണ് ഇവിടെ ഈ ട്രീസിനൊക്കെ മരങ്ങൾക്കൊക്കെ അടിക്കാനുള്ള മരുന്നുകൾ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പമ്പ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ ഈ ചക്ക ഒരെണ്ണം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് കഴിക്കാൻ പാകത്തിന്. നോക്കാം, അത് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ. ഇത് ചെറുതായത് നോക്കണ്ട, ഭയങ്കര ടേസ്റ്റിയാണ് ഈ ചക്ക. ഞാൻ മുമ്പും എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ എന്തിനു കഴിക്കാതെ പോകണമല്ലേ, കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ആ ചക്ക പഴുത്തിട്ടില്ല, പക്ഷെ ഇവിടെ വെക്കും ഞങ്ങൾ. 2 ദിവസം കഴിഞ്ഞാൽ വന്നിട്ട് ഇവിടുന്ന് കഴിക്കും. അതാണ് പരിപാടി, എടുത്തോണ്ട് പോകുന്നില്ല. വീട്ടിലൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് തുളസി തറ ഉണ്ടാവില്ലേ, വിളക്ക് വെക്കാനുള്ള. അതേപോലെ ഇവിടെ എല്ലാ വീട്ടിൻ്റെയും മുമ്പിൽ ഇതേപോലെ ഇത് കണ്ടോ, എൻ്റെ പിറയിൽ കാണുന്ന ഇതേപോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിലാണ് അവർ രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇവിടെ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല സത്യമായിട്ട്. എന്താണെന്നറിയോ, ഒന്നാമത് ഇവിടെ ആർക്കും ലോണില്ല. നമ്മുടെ നാട്ടിൽ അതല്ലല്ലോ, വീടിന് ലോൺ ഉണ്ടാവും, വണ്ടിക്ക് ലോൺ ഉണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ ബാങ്കിൽ വെച്ചിട്ട് പണയം വാങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ അടക്കാനും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഓരോരുത്തർ ടെൻഷൻ അടിച്ചിട്ട് മരിക്കുക. ഈവൻ വിദേശ രാജ്യത്തൊക്കെ ഉള്ള ആൾക്കാർ, എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. അവർക്കൊക്കെ മാസം കിട്ടുന്ന സാലറി അല്ലെങ്കിൽ വരുമാനം നാട്ടിലേക്ക് അയച്ചാൽ മതിയാവുന്നില്ല, വീണ്ടും സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് അയക്കേണ്ടി വരും. അത്രയ്ക്കും ലോണിലാണ്. ഇവിടെ ഈവൻ വണ്ടി പോലും വാങ്ങുന്നത് ക്യാഷ് കൊണ്ടുപോയിട്ടാണ്. കർഷകർ ആ ചെറിയ ഒരു കൃഷിസ്ഥലത്ത് നിന്ന് എങ്ങനെയാണോ അതേപോലെ ചിലപ്പോൾ കയ്യിൽ പണിയായുധങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ടൊയോട്ടയുടെ ഷോറൂമിൽ പോയിട്ട് ഒരു തുണിയുടെ സഞ്ചി ഉണ്ടാവും, ആ സഞ്ചിയിൽ പൈസ ഉണ്ടാവും. ക്യാഷ് കൊടുത്തിട്ട് അതിനു മുമ്പ് അന്വേഷിച്ച് വെച്ചിട്ടുണ്ടാവല്ലോ, അവിടുന്ന് വണ്ടി വാങ്ങിക്കൊണ്ടുവരും. അല്ലാതെ ലോൺ എടുത്തിട്ട് ആ പൈസയും കൂടി ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പരിപാടിയും ഇല്ല. അത്രയ്ക്കും ടെൻഷൻ ഫ്രീ ലൈഫാണ്. കാരണം പൈസയുണ്ട്. ഒരു സീസണിലെ ഫ്രൂട്ട് വിറ്റാൽ അവർക്ക് ഇഷ്ടംപോലെ കാശാണ് കയ്യിൽ. പിന്നെ ചിലവ് വളരെ കുറവല്ലേ. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, പച്ചക്കറി ഇതൊക്കെ ഇവർ തന്നെ കൃഷി ചെയ്യും. പിന്നെ അരിയൊക്കെ ഒന്നിച്ച് വാങ്ങിക്കൊണ്ടിടും. ഒരു 6 മാസത്തേക്കൊക്കെയുള്ള അരിയൊക്കെ സ്റ്റോക്കായിരിക്കും എപ്പോഴും. പിന്നെ മീൻ, കോഴിയൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ വളർത്തും. മീൻ പുറത്തുനിന്ന് വാങ്ങും, അല്ലെങ്കിൽ അടുത്ത പുഴയിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വരും. ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ് ഗ്രാമങ്ങളുടെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങളാണ്. ബിരിയാണിയും അത് വേണ്ടാന്നൊന്നുമല്ല, എല്ലാം വേണം. പക്ഷേ അത് മറ്റുള്ള അടുത്ത വീട്ടുകാർ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആവരുത്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇപ്പോൾ വളരെ സുലഭമായിട്ട് കാണാൻ പറ്റുന്നൊരു പരിപാടി, പെട്ടെന്ന് ഫോൺ എടുക്കുക, ഓൺലൈനിൽ ഓർഡർ ചെയ്യുക, വീട്ടിൽ കുക്കിംഗ് ഇല്ല, എന്നിട്ട് മന്തി പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, ചിലർ മരിച്ചും പോകും അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ നാടൻ ഫുഡൊന്നും ഉണ്ടാക്കാനോ അമ്മിയോ അരകല്ലും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മുടെ നാട്ടിലില്ലല്ലോ. അതൊന്നും ചെയ്യാൻ ആർക്കും വയ്യ. എല്ലാവരും ഫോണിൻ്റെ അതിൽ തന്നെ സമയം മതിയാവുന്നില്ല. ഫോണിൽ നോക്കിയിരിക്കാൻ തന്നെ. ഫോണിൽ നോക്കണ്ടെന്നല്ല, ഫോണിൽ നോക്കിക്കോളൂ, എൻ്റെ ചാനലൊക്കെ കണ്ടോളൂ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കണം. നമ്മുടെ നാട്ടിൽ എത്ര പേര് ലോൺ എടുത്ത് വണ്ടി എടുത്തിട്ടുണ്ടാവും, ദുബായിലും മറ്റൊക്കെ ജോലി ചെയ്യുന്നവർ. ഇപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ ഇതൊക്കെ വന്ന സമയത്ത് എത്ര ആൾക്കാർ നന്നായി വിഷമിക്കുന്നുണ്ടാവും ഇല്ലേ, ലോൺ അടക്കാൻ പറ്റാണ്ടും മറ്റൊക്കെ. ഞാൻ പറയുന്നത് ഇല്ലാത്താണെങ്കിൽ ശരിക്കും എനിക്ക് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ പറയുന്നത് നേരാണെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം പലരും എന്നെ വിളിച്ചിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്.
ഇവിടെയുള്ള ഈ കൊച്ചു വീട്ടിൽ ഇവിടെ കിടന്നാൽ എന്താ ഉറക്കം വരത്തില്ലേ? തീർച്ചയായും വരും, നല്ല ഉറക്കം വരും. ഒരുപാട് ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കിയിട്ട് വീടുണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കിടന്ന് ഉറങ്ങുന്നതിനേക്കാളും സുഖമായിട്ട് ഈ വീട്ടിൽ ഉറങ്ങാൻ പറ്റും. സമാധാനമുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമാധാനവും സന്തോഷം എന്നാണ്. അതിൻ്റെ വലിപ്പമോ അതിനകത്ത് ഒട്ടിച്ചിരിക്കുന്ന മാർബിളിൻ്റെയോ ഗ്രാനൈറ്റിൻ്റെയോ വിലയോ അടിസ്ഥാനമാക്കിയിട്ടല്ല ഒരു വീടാവുന്നത്. സന്തോഷമുണ്ടോ? അതാണ് വീട്. സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്ത് വീടാ അല്ലേ? എന്തിനാ പിന്നെ വീട്? കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടൊക്കെ വീടെടുത്ത് അതിനുള്ളിൽ ശരിക്കും ഉറങ്ങാൻ പറ്റുമോ? മന്തെൻ്റൊക്കെ ആകുമ്പോൾ ലോണിൻ്റെ എമൗണ്ടൊക്കെ ബാങ്കിൽ അടക്കേണ്ട സമയമാകുമ്പോൾ ഉള്ള ടെൻഷനൊന്നും ആലോചിച്ച് നോക്ക്. പിന്നെ അതുകൂടാണ്ട് കല്യാണം, പാല് കാച്ചൽ, നൂലുകെട്ട്, താലികെട്ട്, ഇങ്ങനെ ഒരുപാട് ഫങ്ഷനുകളും ഇതിനൊക്കെ പോകുമ്പോൾ ചിലവല്ലേ നാട്ടിൽ? ഇവിടെ അങ്ങനത്തെ പരിപാടിയില്ലല്ലോ. ഇവിടെ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം കല്യാണം കഴിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അതൊക്കെ ജസ്റ്റ് അവർ ഒരു ചെറിയ എന്താ പറയുക, ഒരു ചായ സൽക്കാരം പോലെ, ജസ്റ്റ് ഒരു ചായ സൽക്കാരം പോലെയുള്ള ഒരു പരിപാടി. അവരുടെ വീട്ടുകാരും ഒരു മാക്സിമം ഒരു 10-15 ആൾക്കാരുണ്ടാവും. അല്ലാതെ ഒരു കല്യാണം എന്ന് പറയുന്നത് ഇവിടെ കാണാൻ എനിക്കൊരു വീഡിയോ എടുക്കാൻ കൊതിയാവുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കല്യാണമൊക്കെ വളരെ പുരോഗമിച്ച് 3 ദിവസം 4 ദിവസം ഒരാഴ്ചയൊക്കെയാണ് ഒരു കല്യാണം. അതിന് ഓരോ ദിവസവും യൂണിഫോം കോഡൊക്കെ ഉണ്ടാവും. ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല, പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അറബി കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് പല കല്യാണമാണ് 2-3 ദിവസം. ഇതിനൊക്കെ രക്ഷിതാക്കന്മാരാണ് കഷ്ടപ്പെടുന്നത്. മക്കൾക്ക് ഓരോ ദിവസവും ഇടാനുള്ള യൂണിഫോമുകളും ആ ഡ്രസ്സ് കോഡൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ? ഞാൻ ചിലപ്പോൾ തെറ്റായിരിക്കും പറയുന്നത്, എങ്കിലും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്കറിയാം, കമൻസ് വരും, എനിക്കറിയാം, വന്നോട്ടെ. അവിടെ ചെറിയൊരടുപ്പ്. ഇവരിപ്പോൾ ഉച്ചക്കേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പിൽ തീയിട്ടിരിക്കുകയാണ്. ഗ്യാസ് തീർന്നു പോയല്ലോ, ഗ്യാസിൻ്റെ പൈസ കൊടുക്കണമല്ലോ എന്നുള്ള യാതൊരു ടെൻഷനും ഇല്ല. കുറേ ആയില്ലേ ഹമ്മൊക്കെ കിടന്ന് ആടിയിട്ട്. ഇവിടെ ഈ മാംഗോസ്റ്റിൻ ട്രീയുടെ ചുവട്ടിൽ ഹമ്മോക്കിൽ ഇങ്ങനെ കിടന്ന് ആടാൻ നല്ല സുഖം, നല്ല തണുപ്പ്. ഞാൻ പറഞ്ഞതുപോലെ ഇതേപോലെ ഒരു ചെറിയ വീടും ഒരു 50 ഏക്കറോ 100 ഏക്കറോ സ്ഥലവും ഇവിടെ നിന്നല്ല എവിടെയായാലും നാട്ടിലായാലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറയുന്നത്. നല്ല സമാധാനമായിരിക്കും. നിങ്ങൾ ലോണും കാര്യമൊന്നും ഇല്ലാതെ ഇതേപോലെ എവിടെയായാലും പ്രശ്നമില്ല. നാട്ടിൽ വരുമാനമുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെറിയൊരു വീട് നമുക്ക് താമസിക്കാൻ, മഴയും വെയിലൊന്നും കൊള്ളാത്ത വിധത്തിലുള്ള യാതൊരുവിധ ആഡംബരമൊന്നും വേണ്ട. പക്ഷേ വീട്ടിനുള്ളിൽ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനവും വേണം. അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷകരമായിരിക്കും ആൾക്കാർക്ക് നാട്ടിലെ. എന്തിനാണ് ഈ വലിയ ലക്ഷറിയുടെ പിറകെ പോകുന്നത്? എത്ര വർഷം ജീവിക്കും നമ്മൾ? ഒരാളുടെ ഏജ് മാക്സിമം 100 വർഷം കൂട്ടിയാൽ പോരെ? അതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം തല്ലും പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കാണ് കൂടുതൽ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞാനാണ് അവനേക്കാളും വലുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ജീവിക്കാൻ മറന്നു പോകുന്നില്ലേ? എൻ്റെ മരമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവനതിനെ കണ്ടോ തട്ടിയിട്ട് തന്നു. ഇത് നല്ല പുളിയനായിരിക്കും സാധനം. ഇതൊക്കെ ഒരു സുഖമല്ലോ അല്ലേ ഈ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ? ആഹാ, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആഹാ, 2 പുളിയനമ്പാങ്ങ എടുത്തിട്ടുണ്ട്. സൂപ്പറല്ലേ? അവിടെ ചക്കയുണ്ട്. ആ പ്ലാവിൽ ചക്ക റെഡിയായി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ പിന്നെ ചക്ക വിടുന്ന പ്രശ്നമില്ല. അത്രക്ക് മധുരമാണ് ഇതിന്. ഇവിടെ ഈ പക്ഷികളെ വളർത്തുക എന്നുള്ളത് ഒരു ഹോബിയാണ്. ഹോബി മാത്രമല്ല, ഇത് മത്സരത്തിന് വേണ്ടി കൊണ്ടുപോവാണ്. ഇതിന് പ്രൈസൊക്കെ കിട്ടും, നല്ല പ്രൈസൊക്കെ കിട്ടും കേട്ടോ. ഈ പയ്യൻ മത്സരത്തിന് വേണ്ടി പോവാണ് ഇപ്പോൾ അവിടെ വില്ലേജിലേക്ക്. പുതുതായി ലാൻഡ് വാങ്ങിയ ആൾ അദ്ദേഹം അവിടെ അമ്മക്കൊക്കെ കെട്ടിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കിടക്കുകയാണ്. നമുക്കെന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.